അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സുന്ദരമായ പ്രഭാതത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും അള്ളാഹു നമ്മളിലേക്ക് ചൊരിഞ്ഞു നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടങ്ങട്ടെ. ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ അടിക്കരുത്. നമ്മൾ നമ്മുടെ ജീവിതം കരക്കടിപ്പിക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതം നടുക്കടലിൽ ഇങ്ങനെ കിടന്ന് ആടി ഉലയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ആഗ്രഹത്തിലേക്ക്, നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയാതെ നാം എവിടെയോ കിടന്നിങ്ങനെ ആടി ഉലയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മൾ അള്ളാഹുവിനെ കള്ളനാക്കുന്നു. അടിക്കരുത്, തീർത്തിട്ട് ബാക്കി പറയാം. നമ്മൾ അള്ളാഹുവിനെ അവിശ്വസിക്കുന്നു. എങ്ങനെ നാം നമ്മളിലേക്കല്ല നോക്കുന്നത്, നാം മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. നോക്കൂ, മറ്റുള്ളവർ നേടിയെടുക്കാൻ അവർക്ക് ഇന്ന കഴിവുകളുണ്ട്. മറ്റുള്ളവർക്ക് നേടിയെടുക്കാൻ ഇന്ന കഴിവുകൾ പടച്ച റബ്ബ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്നുമില്ല. മറ്റുള്ളവർക്കെല്ലാം ഉണ്ട്, എനിക്കൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന ചിന്താഗതി നമ്മളിലുണ്ടോ? ഉറപ്പിച്ചോളൂ, നമ്മൾ അള്ളാഹുവിനെ അവിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അള്ളാഹുവിനെ അവിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഓരോ മനുഷ്യനെയും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ ചിന്താധാരകളെ കീറി മുറിച്ചിട്ട് റബ്ബ് പറയുന്നുണ്ട്, നിനക്ക് വിശ്വസിക്കാനുള്ള, നിനക്ക് വിജയിക്കാനുള്ള സർവ്വ കഴിവുകളും നിന്നിലുണ്ട് കേട്ടോ. നീ പ്രവർത്തിച്ചാൽ മാത്രം മതി എന്ന് പടച്ച റബ്ബ് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്? നാം നമ്മളിലേക്ക് നോക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. നാം നമ്മളിലേക്ക് നോക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? എന്നാൽ പടച്ച റബ്ബ് ആവർത്തിച്ചു പറയുന്നുണ്ട്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻക. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻക. എന്നെ ഓർക്കാതെ, എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ അവർക്ക് കൊടുത്ത കഴിവുകളെ കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ മറ്റുള്ളവരിലേക്കാണോ കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുന്നത്? സ്വന്തത്തിലേക്ക് കണ്ണുകൾ തുറക്കുന്നില്ലേ? ജീവിതം അവർ ഒരിടത്തേക്കും എത്തുകയില്ല. ദുനിയാവിലെ ജീവിതമാകട്ടെ ആഖിറത്തിലെ ജീവിതമാകട്ടെ ഒരിടത്തേക്കും എത്താൻ കഴിയുകയില്ല. മറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഓരോ മനുഷ്യരുടെയും ഹൃദയത്തെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറയുന്നത് എന്താണെന്ന് അറിയുമോ? വമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യശ്ഖാ. നിങ്ങൾ പടച്ച റബ്ബ് ഈ ഭൂമി ലോകത്ത് എനിക്ക് വിജയിക്കാൻ വേണ്ട എല്ലാ വഴികളും സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ ജീവിതത്തിൽ മുന്നേറാനുള്ള സർവ്വസന്നാഹങ്ങളും സർവായുധങ്ങളും എന്റെ ഉള്ളിൽ എന്റെ റബ്ബ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയാൽ റബ്ബ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരാജയപ്പെടുകയില്ല, നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഫലാ യളില്ലു വലാ യശ്ഖാ. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പടച്ച റബ്ബ് നമ്മളോട് ഉറപ്പ് നൽകുമ്പോ, പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നാം മറ്റുള്ളവരിലേക്ക് നോക്കി നമ്മുടെ സ്വന്തത്തെ കുഴിച്ചു മൂടുന്നത്? നാം മറ്റുള്ളവരിലേക്ക് നോക്കി സ്വന്തത്തെ കുഴിച്ചു മൂടരുതോ? നമ്മുടെ സ്വന്തം പവർ ഉള്ളതാണ്, നമ്മുടെ സ്വന്തം കരുത്തുള്ളതാണ്.
നമുക്ക് വിജയിക്കാനുള്ള മുഴുവൻ കഴിവുകളെയും മുഴുവൻ ശേഷികളെയും പടച്ച റബ്ബ് നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മറക്കല്ല. മറ്റുള്ളവർക്ക് മാത്രമല്ല റബ്ബ് കൊടുത്തത്, എനിക്കും തന്നിട്ടുണ്ട്. ഈ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ ജീവിത വിജയത്തിനു വേണ്ട എല്ലാ കഴിവുകളും പടച്ച റബ്ബ് വാരിക്കോരി കൊടുത്തിട്ട് ആ കഴിവുകളെ കാണാതെ മറ്റുള്ളവരിലേക്ക് നോക്കുന്നുണ്ടോ? ജീവിതത്തിൽ അവന് വിജയിക്കാൻ കഴിയുകയില്ല. അവന്റെ ജീവിതത്തെ ഒരു കരയിലേക്കും അടുപ്പിക്കാൻ പറ്റുകയില്ല. അതേസമയം എന്റെ റബ്ബ് എനിക്കെല്ലാ കഴിവും തന്നിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? നിങ്ങളെ തളർത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് പടച്ച റബ്ബ് ഓരോ വിശ്വാസിയെയും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ആരെയാണ് നമ്മൾ പേടിക്കുന്നത്? വിജയിക്കുകയില്ല എന്ന് എന്തിനു വിശ്വസിക്കണം? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിജയം നമുക്ക് മാത്രമുള്ളതാണ്. പ്രവർത്തിക്കുന്നവർക്കും സ്വത്വത്തെ ഉൾക്കൊള്ളുന്നവർക്കും പടച്ച റബ്ബ് എനിക്ക് വിജയം വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കും മാത്രമുള്ളതാണെന്ന് പറഞ്ഞ് എല്ലാ വിജയങ്ങളും അള്ളാഹു നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.